guys, Assalamualaikum. Welcome back to my YouTube channel. സോ ഇന്ന് എൻ്റെ ഹൽദി ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ റെഡി ആവാൻ പോണേയുള്ളൂ. രാവിലെ കുറേ പണി ഉണ്ടായിരുന്നു. ഇവിടെ എൻ്റെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോഴും കുറേ പണികളിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആവാം. ഇപ്പോൾ ടൈം എനിക്ക് തോന്നുന്നു ഒരു 3:34 ആയിട്ടുണ്ടാവും. സോ എന്തായാലും റെഡി ആയിട്ട് ബാക്കി വിശേഷം കാണാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ദിസ് ഈസ് മൈ വെഡിങ് സീരീസ് 9. അപ്പോൾ ഇന്നിൻ്റെ ഹെൽത്തി ഡേ ആണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു കോൺട്രാസ്റ്റ് ഷോളായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓർണമെൻറ്റ്സൊക്കെ അതുപോലെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും ലുക്കും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ആ ഒരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത് വെച്ചിട്ട് തന്നെയായിരുന്നു ഔട്ട്ഡോർ ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് വീഡിയോ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫോട്ടോസൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെ ഇന്ന് നമ്മൾ വലിയ പ്രോഗ്രാമായിട്ടൊന്നുമല്ല വെച്ചിട്ടുള്ളത്. ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാമിലിയും മാത്രം കൂടുന്ന ഒരു ചെറിയ പാർട്ടി ആയിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. ഇപ്പം തന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിട്ടോ, നിങ്ങൾക്ക് എത്ര ദിവസത്തെ ഫങ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കല്യാണം നടത്തിയിട്ടുള്ളത് 7 ദിവസത്തെ ഫങ്ഷനായിട്ടാണ്. ഫസ്റ്റ് തന്നെ നമ്മളുടെ അരിക്കുത്ത് കല്യാണം, അറബിക് നൈറ്റ്, അതുപോലെ ഹൽദി, മൈലാഞ്ചി കല്യാണം, മെഹന്തി ഡേ കല്യാണം, പിന്നെ എൻ്റെ ഇക്കാൻ്റെ വീട്ടിലെ റിസപ്ഷൻ. അങ്ങനെ ഈ ഒരു 7 ദിവസത്തെ പരിപാടിയായിരുന്നു നമുക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മളെ ലിയോ കുട്ടനായിരുന്നു കേട്ടോ എൻ്റെ ഹൽദിയുടെ താരം. ആൾക്ക് യെല്ലോ കളർ ഡ്രസ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ടൈം ആയപ്പോൾ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കഴുത്തിലൊരു റിബൺ കെട്ടി കൊടുത്തിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ആദ്യം ലൈറ്റും സൗണ്ടൊക്കെ കണ്ടപ്പോൾ നല്ല പേടിയായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതൊന്ന് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ വക ഒരു ചെറിയ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. 2 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കളിച്ചത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ പോരാക്കുറവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കളിച്ച് ഒപ്പിച്ച് വരുത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ നേരെ പോയത് നമ്മൾ ചടങ്ങിലേക്കായിരുന്നു. ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ തേക്കുക, മധുരം തരിക, ഇത് തന്നെയായിരുന്നു ചടങ്ങുണ്ടായേ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്യുന്നില്ല. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുട്ടിപ്പട്ടാളംസ് എല്ലാം കൂടി സ്റ്റേജിൽ ഡാൻസ് കളിച്ചങ്ങ് നിരത്തിയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. പിന്നെ ഈ വാവ എന്നെ വിട്ട് പോകണ്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളും കുറച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായി. അങ്ങനെ എല്ലാവരും പോയിട്ട് പിന്നെ നമ്മൾ ഫാമിലി മാത്രമായപ്പോൾ നമ്മൾ DJ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ഡാൻസും കൂടി ഒന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ കളിച്ച ഡാൻസ് തന്നെ വീണ്ടും നമ്മളെ കൊണ്ടൊന്നും കൂടി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഹൽദീൻ്റെ ഒരു വിശേഷം എന്ന് പറയുകയാണെങ്കിൽ. ഒക്കെ നല്ല മിസ് ചെയ്യുന്നു. ആ ദിവസങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണും വരെ ടാറ്റ ബൈ ബൈ ആൻഡ് സീ യു ഗൈസ്.